വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് അമ്പൂരി. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്നും പിന്നോട്ട് തന്നെ. 11ഓളം ആദിവാസി സെറ്റിൽമെന്റുകൾ ഉണ്ട് അമ്പൂരിയിൽ. തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമ്പൂരിയിലെ ജനങ്ങൾ പ്രതികരിക്കുകയാണ്. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് നെയ്യാർ. ഈ നെയ്യാറിനോട് ചേർന്നാണ് അമ്പൂരി ഗ്രാമം. ഈ ഗ്രാമത്തിൽ 11ഓളം ആദിവാസി സെറ്റിൽമെന്റുകളുണ്ട്. അവർക്ക് നിരവധിയായ പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളിലൂടെയാണ് വോട്ടേഴ്സ് സ്റ്റോക്ക് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇലക്ഷനൊക്കെ പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റണ വോട്ട് നമ്മൾ ചെയ്യും. സ്ഥാനാർത്ഥികളൊക്കെ വന്നു പോയോ? വന്നില്ല, ആരും വന്നില്ല. നമ്മളെ ഇതുവരെ കണ്ടില്ല ആരും. നോട്ടീസൊക്കെ കൂടി തന്നേ ഉള്ളൂ. അങ്ങനെ വോട്ടിടണമെന്ന് പറഞ്ഞു അങ്ങനെ പോയിരിക്കുന്നു. സാധാരണ സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ടോ ഇവിടെ? നമ്മളങ്ങ് മുകളിലാണ് താമസിക്കണേ. നമ്മൾ കാണൂല റോട്ടെ വരണതൊക്കെ. അങ്ങനെ നമ്മൾ വോട്ടിടാണ്ട് നമ്മളിടും. എന്തൊക്കെയാണ് നമ്മൾ ഇവരോടൊക്കെ ഈ വരുന്ന ആളുകളോടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ? നമുക്കാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ വീടൊന്നും കിട്ടിയില്ല. ഇതിൻ്റെ വീടുകളെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോലും നമുക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുകയാണ്. അങ്ങനെ പാസുവിൻ്റെ പൈസ ഇതുവരെ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലാതെ കിട്ടണില്ല. അങ്ങനെ മഴ പെയ്താൽ പിന്നെ ഒരു വെള്ളവും വെളിയിൽ പോകില്ല. അങ്ങനെ നമ്മളെ അവസ്ഥയിലാണ് കിടക്കണത്. ഞാനും എൻ്റെ വീട്ടുകാരനും പിന്നെ മൂത്ത മോളും ഉണ്ട്, 2 പിള്ളേർ. അങ്ങനെ കിടക്കണം. ഇവിടെ ഈ വന്യമൃഗ ശല്യമൊക്കെ ഉണ്ടോ? വന്യമൃഗ ശല്യമൊക്കെ ഉണ്ടോ? ഇവിടെ ചാമ്പോ മരിച്ചിനെയോ ഒന്നും നടാൻ പറ്റൂല. എല്ലാ രാത്രിയാകുമ്പോൾ പന്നി ഇറങ്ങി തിന്നെ. അങ്ങനെ ഒന്നും കിട്ടൂല. പിന്നെ റേഷൻ അരിയൊക്കെ തന്നെ വാങ്ങിച്ചൊക്കെ ചോറ് വയ്ക്കണം. ഈ മെമ്പർമാരോടൊക്കെ പറയാറുണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം? അവരൊക്കെ ചെയ്യാറുണ്ടോ? നമ്മൾ ഇവിടെ പോസ്റ്ററിലൂടെ പറഞ്ഞാലൊന്നും അവർ കേൾക്കൂല. നമ്മളെ വിളയിലൊരു വലയിട്ട് തരാൻ പറഞ്ഞാൽ അത് കേൾക്കൂല. പിന്നെ എന്ത് ചെയ്യാൻ, അത് വന്ന് തിന്നുകൊണ്ട് പോവേ ഉള്ളൂ. ഈ റോഡൊക്കെ ഭയങ്കര മോശമാണല്ലോ. ഈ റോഡൊക്കെ മോശമായിട്ട് കിടക്കണം. എന്ത് ചെയ്യേ, അവരെ ഇപ്പോഴും തരും നാളെ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റോഡാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഒരു പാലം MLA-യുടെ ഇതിലിപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെന്തായാലും ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ പണി തീരും. പക്ഷേ നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഈ റോഡാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഇവിടുത്തെ എന്തെങ്കിലും ഒരു വിഷയം എന്ത് ഉണ്ടെങ്കിലും, ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാലും ഈ റോഡില്ലാതെ ഒന്നും പറ്റില്ല. എല്ലാവരും വരുന്നുണ്ട്, MP വരുന്നുണ്ട്, MLA വരുന്നുണ്ട്. MLA വന്നൊരു പാലത്തിൽ നിർത്തി. പിന്നെ പട്ടായ പ്രശ്നം ഇത് എല്ലാ സർക്കാർ മാറി വരുന്ന സമയത്ത് ഇതെല്ലാം പറയുന്നതാണ്, പട്ടയം തരാം. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എത്രയോ വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ പറമ്പിൽ മരങ്ങളുണ്ട്. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനും എന്തെങ്കിലും അസുഖം വന്നാലും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ നമുക്ക് പറ്റുന്നില്ല. 3 പാർട്ടി ഓരോരോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആര് വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ വിലക്കയറ്റമൊക്കെ രൂക്ഷമല്ലേ? വിലക്കയറ്റം നല്ല രൂക്ഷമാണ്. സാധാരണക്കാരൻ പെട്ടിരിക്കുകയാണ്. ഏത് മേഖലയായാലും ശരി തന്നെ, വണ്ടിക്കാരായാലും ശരി തന്നെ, ജനങ്ങളായാലും ശരി, ഏത് മേഖലയിലും
എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ വന്നു തുടങ്ങിയോ? സ്ഥാനാർത്ഥികൾ ഇതുവരെയും വന്നില്ല, ഒരാളും വന്നില്ല ഇതുവരെയും. അങ്ങനെ വരാറില്ലേ? അതോ വരും, വരാതിരിക്കൂല, വരും. അവർ വോട്ടിന് വേണ്ടി അങ്ങ് കുന്നത്തുള്ള തേരി കയറി അങ്ങ് വരും അവർ. വോട്ടിന് വേണ്ടി വരും, പിന്നെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവും. പിന്നെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. ഈ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ചയൊന്നും പിന്നെ നടക്കാറില്ല. കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടപ്പാട് തന്നെ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സാറന്മാർക്ക് അറിയാം, ഇത്തിരി അങ്ങ് കയറി ചെല്ലുമ്പോഴത്തേനും അങ്ങ് മുകളിലോട്ടൊരു സിമെൻറ്റ് റോഡുണ്ട്, അത് ശകലം ദൂരമേ ഉള്ളൂ, പിന്നെ തേരിയേ ഉള്ളൂ. കൊച്ചുങ്ങൾക്ക് വരാനും പോകാനും ഞങ്ങളെപ്പോലുള്ളവർക്കും പിന്നെ ഒരു അസുഖം വന്നാലും ബുദ്ധിമുട്ട് പലതും നമ്മൾ നേരിടുക തന്നെ. പറഞ്ഞു അപേക്ഷകൾ കൊടുത്തും മടുത്ത്. നിലവിൽ അമ്പൂരിയിലെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അമ്മ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് വരട്ടെ, ഞങ്ങൾക്ക് MLA ജയിക്കണമെന്നാണ് അഭിപ്രായം. ഇവിടെ ഇനി എന്തൊക്കെ ആവശ്യങ്ങളാണ് അമ്മയ്ക്കുള്ളത്, അല്ലെ നാട്ടുകാർക്കുള്ളത്? നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ആവശ്യം റോഡ്, പാലം, ഇതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ പശു ഒക്കെ വളർത്താണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് പാല് കൊണ്ടുപോകുന്നതിനൊക്കെ എങ്ങനെയാണ്? റോഡ് മോശമാണോ? ഒപ്പം തന്നെ പാല് കൊണ്ടുപോകുന്നതിനൊക്കെ മതിയായ വിലയൊക്കെ കിട്ടുന്നുണ്ടോ? വില കുറവ് തന്നെ, ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും വണ്ടികളൊക്കെ കിട്ടുമ്പോൾ തന്നെ അതിലൊക്കെ തൊത്തിപ്പിടിച്ചൊക്കെയാണ് പോണത്. പിന്നെ നടക്കാൻ ഒത്തിരി ദൂരമുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒരു തൊഴിൽ പോലെ നടത്തിക്കൊണ്ട് പോകണം. റോഡില്ലാതെ കുറേ വീട് തന്ന് ഇങ്ങനെ മറ്റു കാര്യങ്ങൾ വന്നിട്ട് ഇവിടുത്തെ ഒരു വികസനം എന്ന് പറയാൻ പറ്റത്തില്ല. ദയനീയ അവസ്ഥയായിട്ടുള്ള ജീവിതമാണ് ഇവിടെയുള്ള ആൾക്കാർ. ആരും തുറന്ന് പറയുന്നില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഇലക്ഷനൊക്കെ എവിടെ വരെ എത്തി? ഇലക്ഷൻ എന്താ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ MLA അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പാലം കൊണ്ടുവരണം, അതൊരു നല്ല കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം നോക്കി എങ്ങോട്ടും മേലാത്തൊരു പരുവമാണ്. ബാക്കി പേരൊക്കെ അവിടെ നിൽക്കട്ടെ. കുറേ കാലം കൊണ്ട് ബുദ്ധിമുട്ടാണ് ജീവിതം, ഇല്ലേ? GST വന്നേ പിന്നെ എല്ലാ സാധനവും വില കൂടുതലാണ്, ഇല്ലേ? അതുവരെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ 5000 രൂപ തിരുവനന്തപുരത്തായാലും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവരായിരുന്നു. അല്ലെങ്കിൽ തുണിക്കടയിലാണെങ്കിലും 5-10 രൂപയുണ്ട്. ഇപ്പം നടക്കുമല്ലോ, ഒന്നും നടക്കുമല്ലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ GST.